ഹായ് ഓൾ. ദായു ഈ കണ്ണും നട്ടിരിക്കുന്നത് എവിടെയാണെന്ന് അറിയണ്ടേ? ഞങ്ങൾ ഇന്നൊരു ബോട്ടിങ്ങിനാണ് പോയത്. അവിടുത്തെ വിശേഷങ്ങളും വെറൈറ്റി ഫുഡ് സ്പോട്ടും കാണണ്ടേ? വീഡിയോ മുഴുവൻ കാണണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ദായു ആൻഡ് മീ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഞങ്ങൾ തേക്കടി ബോട്ടിങ്ങിനാണ് പോയത്. കൂടെ അജേഷും ശ്രുതിയും ദയമോളും ഉണ്ട്. ഈ കാണുന്ന പാർക്കിംഗ് സ്പേസാണ്. ഫോറസ്റ്റിനകത്തൂടെ മാത്രമേ ബോട്ടിംഗ് നടക്കുന്ന സ്ഥലത്തോട്ട് പോകാൻ പറ്റുള്ളൂ. നമ്മുടെ പ്രൈവറ്റ് വണ്ടിയൊക്കെ ഫോറസ്റ്റിനകത്തോട്ട് കയറ്റി വിടൂല. അതുകൊണ്ട് വണ്ടി ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്ത ശേഷം അവിടുന്ന് ഫോറസ്റ്റിൻ്റെ ബസ്സിലാണ് പോണത്. ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ ബസ്സിൽ കയറി. പിന്നെ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഇവിടുന്ന് എടുക്കുന്ന ബസ് ടിക്കറ്റ് ബോട്ടിംഗ് കഴിഞ്ഞ് തിരിച്ച് ഈ പാർക്കിംഗ് സ്പേസിൽ എത്തുന്നവരെ സൂക്ഷിച്ചു വയ്ക്കണം. കാരണം ഈ ടിക്കറ്റ് ഉണ്ടെങ്കിൽ തിരിച്ച് ബസ്സിൽ വരാൻ പറ്റൂ. ഇല്ലെങ്കിൽ കാൽനട യാത്രക്കാരായിട്ട് ഫോറസ്റ്റിനകത്തൂടെ 4 കിലോമീറ്റർ നടന്നു വരേണ്ടി വരും. അങ്ങനെ കുറച്ച് പേര് നടന്നു വരുന്ന ഞങ്ങൾ കണ്ടായിരുന്നു. 4 പേർക്കും കൂടി 1020 രൂപയാണ് ടിക്കറ്റ് റേറ്റ് ആയത്. ഒരാൾക്ക് 255 രൂപ. ദായുവിന് അതിനിടയിൽ വെള്ളം ദാഹം. അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങൾ ബോട്ടിനടുത്തോട്ട് നടന്നു. നല്ല പൊളപ്പം വെയിലായിരുന്നു. സത്യത്തിൽ ഞങ്ങൾ നല്ല ത്രില്ലിങ്ങിലാണ്. കാരണം ദായുവിൻ്റെ ആദ്യത്തെ ബോട്ട് യാത്രയാണ്. ദയമോളുടെയും. ദാ കിടക്കുന്നു 3 യമണ്ടൻ ബോട്ട്. സീറ്റ് നമ്പരും ഞങ്ങളുടെ ടിക്കറ്റ് തന്നെ ഉണ്ട്. KTDCയുടെ ജലയാത്ര. മുകളിലും താഴെയും ഇരിക്കാനുള്ള സീറ്റുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് താഴെയാണ് സീറ്റ് കിട്ടിയത്. അങ്ങനെ ജാക്കറ്റൊക്കെ ഇട്ട് ഞാൻ സെറ്റായി. ദായുവിന് സൈസായിട്ടുള്ള ജാക്കറ്റ് കിട്ടിയില്ല. ശ്രുതി ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ടിരിക്കുന്നുണ്ട്. ആറ്റിറ്റ്യൂഡ് കിങ് എന്നാണ് ശ്രുതി സ്വന്തമായിട്ട് അവകാശപ്പെടുന്നത്. മോള് പഴയ കിക്കിളിച്ചെട്ടത്തിയുടെ തൊപ്പിയൊക്കെ വെച്ച് സെറ്റായിട്ട് അതേ ഗെറ്റപ്പിൽ ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും ദായു നല്ല എക്സൈറ്റ്മെൻറ്റിലാണ്. പക്ഷേ ഞാനിങ്ങനെ ഷോയൊക്കെ കാണിച്ചിരിക്കുന്നുണ്ടെങ്കിലും ഭയങ്കര ബോറടിയായിരുന്നു. കാരണം ബോട്ടാണെങ്കിൽ ഒച്ച എഴണ പോലെയാണ് പോണത്. ചുറ്റും കാടാണ്. വല്ല മാനിനെയോ സിംഹത്തെയോ ഒക്കെ കാണണമെന്ന് ആഗ്രഹിച്ച് ഇടയ്ക്കിടയ്ക്ക് മാനിനെയൊക്കെ കാണുന്നുണ്ട്. പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇവിടെ എഴുതി വച്ചിരിക്കുന്നുണ്ട് ശബ്ദം ഉണ്ടാക്കരുതെന്ന്. അതായത് കലവല്ലാന്ന് കിടന്ന് അലയ്ക്കരുതെന്ന്. ഞങ്ങളെ ഉദ്ദേശിച്ചാണോ എന്ന് അറിഞ്ഞുകൂടാ. പിന്നല്ലാതെ 1 മണിക്കൂറുണ്ട് ഈ ബോട്ട് യാത്ര. ബോട്ട് ഇടയ്ക്കിടയ്ക്ക് അടുപ്പിച്ച് മൃഗങ്ങളെയൊക്കെ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇടയ്ക്കൊരു മ്ലാവിനെ കണ്ടതല്ലാതെ വേറെ ഒന്നും കണ്ടില്ല. ഞാനൊരു കടുവയെങ്കിലും പ്രതീക്ഷിച്ചു. പിന്നെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ ഇരിക്കാം. നല്ല കാറ്റും ഉണ്ടായിരുന്നു. അങ്ങനെ ബോറടിപ്പിക്കുന്ന ബോട്ട് യാത്രയൊക്കെ കഴിഞ്ഞ ക്ഷീണത്തിൽ നല്ല വിശപ്പ്. വെട്ടി വിഴുങ്ങാൻ തേക്കടിയിലുള്ളൊരു ഫുഡ് സ്പോട്ടിൽ തന്നെ പോയി. അവിടെ ചെന്ന് കയറിയതും ആദ്യം ഞങ്ങൾക്ക് തന്നത് പായസമാണ്. മോൾക്ക് ഗീ റൈസും പപ്പടവും. കുട്ടിയാണെങ്കിൽ കട്ട അലമ്പിലാണ്. ഒറ്റയ്ക്ക് വാരി കഴിക്കാൻ വേണ്ടിയിട്ടാണ്. തൊട്ട് പിറകെ നല്ല ചെമ്മീൻ റോസ്റ്റും ചെമ്മീൻ ഫ്രൈയും വന്നു. ശ്രുതിക്കും എനിക്കും ചെമ്മീൻ ഒരു വീക്ക്നെസ്സാണ്. പിന്നെ വന്നത് ഒരു കിങ് ഊണാണ്. അതിലാണെങ്കിൽ പരിപ്പ്, സാമ്പാർ, പപ്പടം, എരിശ്ശേരി, പുളിശ്ശേരി എന്ന് വേണ്ട ഒരു സദ്യക്കുള്ള എല്ലാ ഐറ്റംസും ചേർന്നു. കൂടെ ചിക്കൻ കറിയും മുട്ടക്കറിയും മീൻ കറിയും എന്ന് വേണ്ട എല്ലാം ഉള്ളൊരു കിടില ഊണ്. ഞാനാണെങ്കിൽ നെയ്ച്ചോറും ചെമ്മീൻ പെരട്ടും കൂട്ടിയാണ് കഴിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതൊരു കിടിലം ഫുഡ് സ്പോട്ട് തന്നെ. ശ്രുതിയാണെങ്കിൽ ശ്രുതിയുടെ ആറ്റിറ്റ്യൂഡൊക്കെ വിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വിശപ്പിന് എന്ത് ആറ്റിറ്റ്യൂഡ് അല്ലേ? ഫുഡ് സ്പോട്ട് വരുന്നത് തേക്കടിയിലുള്ള തേക്കടി കഫേയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.